SIR-മായി ബന്ധപ്പെട്ട് BLOമാർക്ക് കൃത്യമായ ഗൈഡ് ലൈൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. ഓരോ ദിവസവും പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നു. ജനുവരി 21 വരെയായിരുന്നു ഡ്യൂട്ടി. വീണ്ടും ഫെബ്രുവരി 21 വരെ നീട്ടി. അക്ഷരത്തെറ്റുകൾക്കുൾപ്പെടെ ഹിയറിംഗ് വെക്കുന്നതോടെ പറഞ്ഞ സമയത്തിനുള്ളിൽ SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് BLOമാർ പറയുന്നത്. യാതൊരു വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുമില്ലാതെ ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നതെന്ന് BLOമാർ പറയുന്നു. ആദ്യം നമുക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഫോമുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഏറ്റുവാങ്ങുക, വോട്ടർമാർക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക, അതൊരു ഫില്ല് ചെയ്താൽ ഒരെണ്ണം നമ്മൾ തിരിച്ചു വാങ്ങി അത് വില്ലേജിൽ തന്നെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് കിട്ടിയ നിർദ്ദേശം. പിന്നീടാണ് ഇത് ഫോം നമ്മളോട് തന്നെ കളക്ട് ചെയ്ത് അത് ഡാറ്റ എൻട്രി കൂടി ചെയ്യണം എന്നുള്ളൊരു തലത്തിലേക്ക് പിന്നെ വന്നു. ആ ചെയ്ത് കുറച്ചൊക്കെ ആയപ്പോഴാണ് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് പിന്നീട് തരുന്നത്. ആ ട്രെയിനിങ് പ്രകാരം പിന്നെ നമ്മൾ മൊത്തം ഫോമുകൾ കളക്ട് ചെയ്തു, ഡാറ്റ എൻട്രി പൂർത്തിയാക്കി, 100% ഡാറ്റ എൻട്രി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴും നമ്മളെ വർക്ക് തീരുന്നില്ല. 2002 പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ ഹാജരാക്കുന്നതിനുള്ള ഹിയറിംഗ് നടപടികൾ തുടരുന്നുണ്ട്. അതിനിടെയാണ് പട്ടികയിൽ പേരുള്ളവർക്ക് അക്ഷരത്തെറ്റുകൾ ഉണ്ടെന്ന പേരിൽ ഹിയറിംഗ് നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നത്. BLOമാർ നേരത്തെ തന്നെ ഓൺലൈനിൽ സമർപ്പിച്ച വോട്ടർമാർക്ക് തന്നെയാണ് വീണ്ടും നോട്ടീസ് നൽകാൻ ആപ്പിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി വന്ന ആളുകൾക്ക് നമ്മൾ അവരുടെ നിന്ന് ഡോക്യുമെന്റ് വാങ്ങി, SLC ബുക്കിന്റെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ വാങ്ങി, ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ പേരിലോ ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി അതിന്റെ പ്രൂഫൊക്കെ വാങ്ങി നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഈ ആളുകൾക്കും കൂടി ഇനിയിപ്പോ നോട്ടീസ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകൾ അതോടൊപ്പം വലിയ പ്രയാസം അനുഭവിക്കും. കാരണം അതുപോലെ പുറത്തുള്ള ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ അവരുടെ ജോലിക്ക് ഒഴിവാക്കിയിട്ട് ഇനി വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിന് ഹാജരാകേണ്ട ഒരു അവസ്ഥയാണ്. പലപ്പോഴും അത് ആളുകളുടെ തെറ്റല്ല. കാരണം ഈ പേരുകളൊക്കെ പലപ്പോഴും മലയാളത്തിൽ എഴുതി കൊടുത്ത ഫോം അല്ലെങ്കിൽ എഴുതി കൊടുത്തത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോഴുള്ള അക്ഷരത്തെറ്റുകൾ ഇങ്ങനെ വന്ന പല കേസുകളുണ്ട്. നാട്ടിലില്ലാത്തവർ, ഹിയറിംഗിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ, അറിയിപ്പ് നൽകാൻ കഴിയാത്തവർ, കിടപ്പ് രോഗികൾ തുടങ്ങി ലക്ഷക്കണക്കിന് പേർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് BLOമാർക്ക് അക്ഷരത്തെറ്റുകൾക്കും ഹിയറിംഗ് നടത്താനുള്ള പുതിയ നിർദ്ദേശത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. മീഡിയ 1 മലപ്പുറം.